ഈ ആയുർവേദം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ആയുർവേദ ചികിത്സകള്, പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് കണ്ടീഷനിൽ. നമുക്കറിയാം ആയുർവേദം എപ്പോഴും കാര്യത്തിനല്ല ചികിത്സിക്കുക, കാരണത്തെയാണ്. ഏത് കാരണങ്ങൾ കൊണ്ടാണോ അസുഖം ഉണ്ടായത് ആ കാരണത്തിനെ നിർമ്മാർജ്ജനം ചെയ്തിട്ടാണ് ചികിത്സ ആരംഭിക്കുക. ഇത്തരം രോഗാവസ്ഥകളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ ആഹാരക്രമങ്ങൾ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അഗ്നി അഥവാ നമ്മുടെ ഡൈജസ്റ്റീവ് പവർ, ഇതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഭക്ഷണങ്ങളെല്ലാം കൊടുക്കേണ്ടത്. ഞാനും നമ്മൾ പറയും വിരുദ്ധാഹാരങ്ങൾ. ചില ഭക്ഷണങ്ങൾ യോജിക്കാതെ വിരുദ്ധാഹാരങ്ങൾ അത് വിഷമായി തീരുന്ന കണ്ടീഷൻ ഉണ്ട്. ഉദാഹരണത്തിലായി നമ്മൾ തേൻ വളരെ നല്ല ഒരു ആഹാരമാണ്. ഈ തേൻ ചൂടാക്കി കഴിച്ചാൽ അത് വിഷാംശം, ടോക്സിൻസ് കണ്ടീഷൻസ് അതിൽ കൂടുന്നു. ഇത്തരം കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ മത്സ്യമെല്ലാം കഴിക്കുന്നവർ മത്സ്യവും അതേപോലെ തന്നെ മോരും കൂടി കഴിച്ചാൽ അത് വിരുദ്ധമാവുന്നു. അങ്ങനെയുള്ള പല ഈ രസങ്ങൾ തമ്മിലുള്ള വിരുദ്ധാവസ്ഥ വരുമ്പോൾ അത് ആപത്തിലേക്ക് എത്തുന്നു. നമ്മുടെ ഡൈജഷനെ പ്രോപ്പർ അല്ലാതെ നമ്മുടെ സ്രോതസ്സുകളെ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു, അഥവാ തടസ്സം സൃഷ്ടിക്കുന്നു. ഇത് അമാസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ പോകാനുള്ള കാരണങ്ങളാവാം. അതുകൊണ്ട് ഭക്ഷണക്രമം വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത്തരം രോഗികൾ കൊണ്ടുപോകേണ്ടത്. അതിൽ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളും അതേപോലെ എളുപ്പം ദഹിക്കാവുന്നതും, നമ്മൾ പൂർണ്ണമായി മൃഷ്ടാന്ന ഭോജനം അടിക്കരുത്. നമ്മൾ ഒരു പകുതി വയറിൽ മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ. ബാക്കി പകുതി വയറ് നമ്മൾ ഒഴിവാക്കിയിടാനാണ് ആയുർവേദം പറയുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും കുടിക്കണം. ചൂടുള്ള ആഹാരങ്ങളാണ് ഏറ്റവും അനുയോജ്യം. തണുത്ത ആഹാരങ്ങൾ കഴിച്ചാൽ അത് നമ്മുടെ എല്ലാ ദഹനക്രിയയും അത് താഴോട്ട് കൊണ്ടുവരും. ഈ അസുഖങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹിതന്മാരോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ ആർക്കെങ്കിലും ഇത്തരം അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് അവരുടെ ഉപദേശപ്രകാരം ചികിത്സയും മറ്റും മരുന്നുകളും സേവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.